എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ചില സ്വന്തമാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങളുടെ കഥ, അതിൻ്റെ വേദനകൾ. സ്റ്റോറീസ് ഓഫ് സ്വെറ്റ് ആൻഡ് പെയിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ചില കഥകൾ പറയുക എന്നുള്ളതാണ്. UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഏതൊരു മത്സര പരീക്ഷകളെ പോലെയും ഭൂരിഭാഗം ആളുകൾക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ബൈ നേച്ചർ ആ ഒരു എക്സാം അങ്ങനെ തന്നെയാണ്. എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരോടൊക്കെ അടുത്ത എക്സാമിലേക്ക് എഫേർട്ട് ഇടുന്നതിനെക്കുറിച്ചും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ഉള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള എനർജി ഒരു പരിധി വരെ എനിക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട്. പെട്ടെന്നല്ല, എയ്ഫറിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ എല്ലാം കൂടി ഒരു എഫേർട്ടിൽ അത് സാധിക്കാറുണ്ട്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സെറ്റ് ഓഫ് ആളുകളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ചില സ്റ്റുഡൻസ്. അവരെന്നോട് വിളിച്ചിട്ട് അവരുടെ സിറ്റുവേഷൻ പറയും. അവർ JRF വേണ്ടിയിട്ട് ട്രൈ ചെയ്തതായിരിക്കാം, പക്ഷേ അവർക്ക് ജസ്റ്റ് 1 മാർക്കിനോ 2 മാർക്കിനോ അത് മിസ്സാവും. പക്ഷെ അവർക്ക് ഇനി ഒരു അവസരം പോലും ഉണ്ടാവില്ല. അവർക്ക് 30ഓ 35ഓ ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച JRF അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള ഓപ്ഷനും അവർക്കില്ല. മത്സര പരീക്ഷകളുടെ ലോകത്ത് ഇങ്ങനെയുള്ള കുറേ നഷ്ട സ്വപ്നങ്ങളുണ്ട്. അതൊരു പക്ഷേ ഏജ് ലിമിറ്റ് ആയിരിക്കാം, UPSC പോലെയുള്ള ചില എക്സാമുകൾക്ക് ഒരു പക്ഷേ ഏജോ അറ്റംപ്റ്റ് ലിമിറ്റോ ആയിരിക്കാം, മറ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരുപാട് കാലം എഫേർട്ട് എടുത്ത, ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു സ്വപ്നങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നു. അവരോട് എനിക്കൊന്നും പറയാൻ സാധിക്കാറില്ല. കാരണം എനിക്കൊന്നും പറയാൻ പെട്ടെന്ന് പറ്റുന്നില്ല. സാരമില്ല എന്ന് പറയുന്നത് ഒരിക്കലും വേദനിക്കുന്ന ഒരാളോട് പറയാനുള്ള ഒരു നല്ല വാക്കാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്റ്റോറീസ് ഓഫ് സ്വെറ്റ് ആൻഡ് പെയിൻ പറയാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോഡ്കാസ്റ്റുകളിലൂടെ. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, അതൊരു പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയേക്കാം എന്ന് തന്നെ കരുതിയിട്ടാണ്. സ്റ്റോറീസ് ഓഫ് സ്വെറ്റ് ആൻഡ് പെയിനെ കൊണ്ട് നമ്മൾക്ക് 3 ഉദ്ദേശങ്ങളാണുള്ളത്. കാരണം ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലെ മത്സര പരീക്ഷകളുടെ അല്ലെങ്കിൽ പരീക്ഷകളുടെ മത്സരങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അതിൽ പലപ്പോഴും വിജയികൾ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, വിജയികൾ മാത്രമാണ് സംസാരിക്കുന്നത്, വിജയികളോട് മാത്രമാണ് നമ്മൾ വിജയത്തിലേക്കുള്ള രഹസ്യങ്ങൾ ചോദിക്കുന്നത്. ഫൈനൽ വിജയിച്ച ആളുകൾക്ക് മാത്രമാണ് അപ്രീസിയേഷൻ കിട്ടുന്നത്. അതേസമയം ആ ഒരു അപ്രീസിയേഷൻ അതുപോലെ അല്ലെങ്കിലും ഡെഫിനറ്റ്ലി ഫൈനലിൽ തോറ്റ ആളുകളുണ്ടാവും, സെമി ഫൈനലിൽ എത്തിയ ആളുകളുണ്ടാവും, ക്വാർട്ടർ ഫൈനലിൽ എത്തിയ ആളുകളുണ്ടാവും. അവരൊക്കെ അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഫൈനൽ എത്തി ജയിച്ചതിന് പിന്നിലുള്ള എഫേർട്ടുകൾ, അവർ മുമ്പെടുത്ത എഫേർട്ടുകളുടെ ഒക്കെ ഒരു വാട്ട് വി കൻ സേ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്കം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് മുമ്പുള്ള എഫേർട്ടുകൾ പറയാതെ ഈ ഒരു എഫേർട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ഒരു കഥ ഞാൻ പറയാം, അതിനുശേഷം ഞാൻ എന്താണ് സ്റ്റോറീസ് ഓഫ് സ്വെറ്റ് ആൻഡ് പെയിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് പറയാം. അതായത് എൻ്റെ നഷ്ടസ്വപ്നങ്ങളുടെ കഥ. സ്കൂൾ പഠിച്ച കാലത്ത് മോശമില്ലാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ എൻട്രൻസ് ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, വളരെ എന്നെ കൊണ്ട് പറ്റാവുന്നത്ര മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. രാത്രികൾ ഉറങ്ങാതെ ഞാൻ പ്രാർത്ഥിച്ച് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വരുന്ന സമയത്ത് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുന്നില്ല. പിന്നീട് സ്കൂൾ കാലം തൊട്ട് തന്നെയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു IAS കളക്ടർ എന്നുള്ളത്. ഒരേ സമയം ഡോക്ടർ അനീസ് പോറ്റി IAS, ഡോക്ടർ ജയതിലക് IAS. അന്ന് നമ്മളൊക്കെ ഉള്ള സമയത്ത് നമ്മളൊക്കെ ഒരു പേരിലൊക്കെ ഇൻസ്പിറേഷൻ അവരൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സിവിൽ സർവീസിന് പഠിക്കുന്നു. കോളേജ് കാലത്തെ നമ്മൾ ഒരുപാട് ക്വിസുകളിൽ പങ്കെടുക്കുന്നു, ജയിക്കുന്നു, തോൽക്കുന്നു. സിവിൽ സർവീസിന് കോച്ചിങ്ങിന് പോകുന്നു. കേരളത്തിലെ ഒരു സ്കോളർഷിപ്പിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി, ഡൽഹിയിൽ പോകുന്നു, പഠിക്കുന്നു, എക്സാം എഴുതുന്നു. ആദ്യത്തെ എക്സാം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നു, മെയിൻസ് തോൽക്കുന്നു, പിന്നെയും അറ്റംപ്റ്റ് ചെയ്യുന്നു, തോൽക്കുന്നു, പിന്നീട് അത് നിർത്തുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആലോചിക്കുന്ന സമയത്ത് UGC MBBS ആവട്ടെ, IAS ആവട്ടെ, അതൊരു വിങ്ങലായിട്ട്, ഒരു സങ്കടമായിട്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഡെഫിനറ്റ്ലി ഇന്ന് ആലോചിക്കുമ്പോൾ അതിനുശേഷം ഞാൻ UGC നെറ്റ് എക്സാം എഴുതുന്നു, നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആവുന്നു, സ്റ്റേറ്റ് റെക്കോർഡ് ഹോൾഡർ ആവുന്നു, എയ്ഫർ എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാവുന്നു. ഇന്ന് തിരിച്ച് ആലോചിക്കുമ്പോൾ ലോജിക്കലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ. ബട്ട് സ്റ്റിൽ ഉള്ളിൽ നമുക്കതൊരു സങ്കടം ഉണ്ടാവും.
അതാണ് നമ്മളെ വാട്ട് വി കൻ സേ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറീസ് ഓഫ് സ്വെറ്റ് ആൻഡ് പെയിനിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, അതായത് മുൻപുള്ള എഫേർട്ടുകളെ കുറിച്ച് സംസാരിക്കുക, കാരണം അതുകൊണ്ടാണ് ഭാവിയിൽ പലരും വിജയിക്കുന്നത്. അപ്പൊ ഞാൻ UGC നെറ്റ് എക്സാം ആസ് ഓഫ് നൗ 8 വ്യത്യസ്ത വിഷയങ്ങളിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, 2 JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ പലരും എൻ്റെ JRF എഫേർട്ടുകളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ MBBS കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു കോച്ചിങ് കാലഘട്ടങ്ങളിലും അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് കാലഘട്ടങ്ങളിലും സിവിൽ സർവീസ് കോച്ചിങ് കാലഘട്ടങ്ങളിലും എടുത്ത എഫേർട്ടുകളുടെ ഒരു ഔട്ട്കമാണ് UGC നെറ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരിക്കലും ആ എഫേർട്ടുകളെ കുറിച്ച് പറയാതിരുന്നാൽ ഒരിക്കലും എൻ്റെ UGC നെറ്റിന്റെ വിജയത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. മറ്റുള്ള എഫേർട്ടുകളും സംസാരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമാണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പോഴുള്ള എഫേർട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അടുത്തൊരു സെറ്റ് ഓഫ് ആളുകൾക്ക് എങ്ങനെയാണ് എഫേർട്ട് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, സെമി ഫൈനലിൽ തോറ്റ അല്ലെങ്കിൽ ഫൈനലിൽ ജയിച്ച ഒരു ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫൈനലിൽ തോറ്റ ടീമും, സെമി ഫൈനലിൽ തോറ്റ ടീമും, ക്വാർട്ടറിൽ തോറ്റ ടീമും, അതിനു മുമ്പ് തോറ്റ ടീമും എല്ലാം അപ്രീസിയേഷൻ അർഹിക്കുന്നു എന്നുള്ളതാണ്. അവരെല്ലാം കൺഗ്രാജുലേഷൻ അർഹിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ എക്സാമിന് ഒരുപാട് എഫേർട്ടുകൾ എടുത്ത് പ്രതീക്ഷ റിസൾട്ട് കിട്ടാത്ത എല്ലാവരും എല്ലാ സോർട്ട് ഓഫ് എക്സാമുകൾക്കും അപ്രീസിയേഷൻസ് അർഹിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്, അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക്കലി പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതായത് വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദ എഫേർട്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനിയും ഭാവിയിൽ മത്സര പരീക്ഷകളിൽ ഒരുപാട് ആളുകൾ ഫൈനലുകളിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതെ പോവാനുള്ളതുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാവുക. അങ്ങനെ പരാജയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്കത് എംപതൈസ് ചെയ്യാനും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള എനർജി അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു ആസ്പെക്ട്, അത്തരത്തിൽ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഫൈനലിലെത്തിയ ആളുകൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അതായത് ഇനീഷ്യലി മുൻ വർഷങ്ങളിലെ മുമ്പ് അവർ ചെയ്ത എഫേർട്ടുകളെ കുറിച്ച് കൂടി നമ്മൾ അറിയുക. എന്നാൽ മാത്രമേ അവരെ ജയങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള വാട്ട് വി കൻ സേ പൊസിഷനിൽ എത്തിയതിന് അവർ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരോട് എംപതൈസ് ചെയ്യുക. ഭാവിയിലുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ആളുകളും കൂടുതൽ എനർജിയുമായിട്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് സ്റ്റോറീസ് ഓഫ് സ്വെറ്റ് ആൻഡ് പെയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച, പലപ്പോഴും നമ്മളെ മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, നമ്മൾ അത്ര എഫേർട്ട് എടുക്കാത്ത ആളുകൾ പോലും ജയിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത് എന്ന് പോലും നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള നഷ്ട സ്വപ്നങ്ങളെ കുറിച്ച് ഉള്ള കഥകൾ നിങ്ങൾ പറയുക. ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ബാക്കിയുള്ള ആളുകൾക്ക് കൂടി അത് ഇൻസ്പയർഡ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആളുകൾ ഗൈഡ് ചെയ്യാൻ സാധിക്കുക ഒരു അവസാന നിമിഷങ്ങളിൽ പരാജയപ്പെട്ടവർക്കായിരിക്കും എന്നുള്ളത് കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇവിടെയുള്ള ഒരു കാര്യം, ഇതിന് സൊല്യൂഷൻ ഒന്നുമില്ല കേട്ടോ. ഇതിൽ നിന്ന് ഓവർകം ചെയ്യാന്നുള്ളതൊന്നുമില്ല. വാട്ട് എവർ ക്വസ്റ്റ്യൻ ഞാൻ എത്തിയാലും ആ ഒരു മെഡിക്കൽ എൻട്രൻസ് കിട്ടാത്തതിന്റെ UPS ഒരു വിങ്ങൽ മനസ്സിലുണ്ടാവും. നമ്മളെ നഷ്ടപ്രണയം എന്നൊക്കെ പറയുന്ന പോലെ ആ വിങ്ങൽ മനസ്സിലുണ്ടാവും. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളിലേക്കുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും അതിൽ ഒരുപാട് സ്വപ്നങ്ങൾ സാധ്യമാക്കാനും എത്ര പരിശ്രമിച്ചിട്ടും സാധ്യമാവാത്ത ഒരുപാട് സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് ചെറുതായി സങ്കടപ്പെട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും പുതിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടേയിരിക്കാനും ഉള്ളതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര സാധ്യമാവട്ടെ. നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കാനും പറ്റാവുന്നത്ര സ്വപ്നങ്ങൾ ലഭിക്കാനും ലഭിക്കാത്ത സ്വപ്നങ്ങളിൽ നിന്ന് കൂടുതൽ പോസിറ്റീവോടുകൂടി പുതിയ സ്വപ്നങ്ങൾ കാണാനും മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടും കാണാത്ത ആളുകളോട് കൺഗ്രാറ്റുലേഷൻസ്, യു ഡിസേർവ് അപ്രീസിയേഷൻ. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ വലിയ സ്വപ്നങ്ങൾ കാണുക, അതിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ.